നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അവണിശ്ശേരി ഫെസ്റ്റിന് തുടക്കമായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെറുശ്ശേരി ശ്രീ മുല്ലക്കൽ നനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ 10ാം ഉദയ ഉത്സവത്തോടും പ്രതിഷ്ഠാ ദിനത്തോടുമനുബന്ധിച്ച് പൊങ്കാല നിവേദ്യ സമർപ്പണം നടത്തി. നിരവധി ഭക്തർ പങ്കാളികളായി. പാറളം പഞ്ചായത്തിലെ യോഗ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ 1ാം വാർഷികവും ക്രിസ്മസ് പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. കോടന്നൂരിൽ നടന്ന പരിപാടി സംവിധായകൻ ഹരി പി നായർ ഉദ്ഘാടനം ചെയ്തു. AITUC NREGS വർക്കേഴ്സ് ഫെഡറേഷൻ പാറളം പഞ്ചായത്ത് കൺവെൻഷനും കൊപ്രോ യൂണിറ്റിലെ AITUC അംഗങ്ങളുമായ തൊഴിലാളികൾക്ക് ക്ഷേമനിധി അംഗത്വ കാർഡ് വിതരണം നടത്തി. കൺവെൻഷൻ CPI സംസ്ഥാന കൌൺസിൽ അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അവണിശ്ശേരി ഫെസ്റ്റിന് തുടക്കമായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തേരി, വള്ളിശ്ശേരി, പാലിശ്ശേരി, അങ്ങനെ വളരെ ചെറിയ ചെറിയ ദേശങ്ങൾ ചേർന്ന ഒരു കൊച്ചു സ്ഥലം. പക്ഷേ നിങ്ങൾ ഏത് ദേശത്ത് ഏത് സ്ഥലത്തേക്ക് പോയാലും അവിടെ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു പരിപാടി നടക്കുന്നുണ്ടാവും. അത് പാലിശ്ശേരിയിൽ ചെന്നാൽ അശ്വതിവേലയാവും, ചെറുവത്തേരിയിൽ ചെന്നാൽ 10ാം ഉദയമാവും, ഇവിടെ ശിവരാത്രിയാവും, അല്ലെങ്കിൽ കരിപ്പൂങ്കാവ് അമ്പലത്തിലെ ഉത്സവം, അവണിശ്ശേരി പള്ളിയിലെ പെരുന്നാളാവും, പെരിഞ്ചേരി പള്ളിയിലെ പെരുന്നാളാവും. അങ്ങനെ വളരെ ചെറിയൊരു ഗ്രാമത്തിൽ ഒരുപാട് ഉത്സവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അവണിശ്ശേരി. നിങ്ങൾ അവണിശ്ശേരിയിൽ കായിക രംഗത്ത് ഏതെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ ഏറ്റവും പ്രൊഫഷണലായിട്ട്, നേരത്തെ രാജുവേട്ടൻ പറഞ്ഞു, ഏറ്റവും പ്രൊഫഷണലായിട്ട് ഫുട്ബോൾ ലീഗും ക്രിക്കറ്റ് ലീഗും നടക്കുന്ന സ്ഥലമാണ്. സമിതി പ്രസിഡന്റ് PG വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടനം ബിഷോയ് അനിയൻ സാക്സോഫോണിൽ ഗാനം ആലപിച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ ചാണാശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ സായ രാമചന്ദ്രൻ, KA പ്രദീപ, AR രാജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് സാക്സോഫോൺ, കരോക്കെ, കാളകളി, തിരുവാതിരക്കളി, ഗാനമേള, നൃത്തവിരുന്ന് എന്നിവ നടന്നു. ഡിസംബർ 31 വരെ നീളുന്ന അവണിശ്ശേരി ഫെസ്റ്റിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ചെറുശ്ശേരി ശ്രീ മുല്ലക്കൽ നനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ 10ാം ഉദയ ഉത്സവത്തോടും പ്രതിഷ്ഠാ ദിനത്തോടുമനുബന്ധിച്ച് പൊങ്കാല നിവേദ്യ സമർപ്പണം നടത്തി. നിരവധി ഭക്തർ പങ്കാളികളായി. രാവിലെ തന്ത്രി വടക്കേടത്ത് കേശവൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ശുദ്ധിക്രിയയും കലശാഭിഷേകവും നടന്നു. തുടർന്ന് പൊങ്കാല സമർപ്പണവും വൈകിട്ട് ദീപാരാധന, സംഗീതാർച്ചന എന്നിവയും ഉണ്ടായിരുന്നു. പാറളം പഞ്ചായത്തിലെ യോഗ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ 1ാം വാർഷികവും ക്രിസ്മസ് പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. കോടന്നൂരിൽ നടന്ന പരിപാടി സംവിധായകൻ ഹരി പി നായർ ഉദ്ഘാടനം ചെയ്തു. AHWC യോഗ പരിശീലകൻ KK ബിജോഷ് അധ്യക്ഷത വഹിച്ചു. ആയുഷ് ക്ലബ്ബ് കൺവീനർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VN കവിത മുഖ്യപ്രഭാഷണം നടത്തി. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, നാഷണൽ ഹെൽത്ത് മിഷൻ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CV സോണി, യോഗ വിദ്യാർത്ഥി കൂട്ടായ്മ കൺവീനർ പ്രഭ കൊടക്കാട്ടിൽ, ഡോക്ടർ സ്വപ്ന P നാരായണൻ, രമണി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. AITUC NREGS വർക്കേഴ്സ് ഫെഡറേഷൻ പാറളം ഗ്രാമപഞ്ചായത്ത് കൺവെൻഷനും കൊപ്രോ വെളിച്ചെണ്ണ സംസ്കരണ യൂണിറ്റിലെ AITUC അംഗങ്ങളായ തൊഴിലാളികൾക്ക് ക്ഷേമനിധി അംഗത്വ കാർഡ് വിതരണവും നടത്തി. കൺവെൻഷൻ CPI സംസ്ഥാന കൌൺസിൽ അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു.
ആ നിയമം നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞു. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കേരളത്തിൽ പ്രത്യേകിച്ച് അതൊരു ക്ഷേമനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരായി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റേതെങ്കിലും പാർട്ടികൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമനിധി പദ്ധതി ഏർപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ മാത്രം ഒരു നേട്ടമായി നമ്മളത് കാണേണ്ടത് തന്നെയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ കഴിഞ്ഞ 2014 മുതൽ BJP ഗവൺമെൻറ് കേന്ദ്രം ഭരിക്കുകയാണ്. ആ ഗവൺമെൻറ് 2019 ശേഷം ഇതുവരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ കൊല്ലവും ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബഡ്ജറ്റ് വിഹിതം ഗണ്യമായി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. വെങ്ങണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഡയറക്ടർമാരായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട MK മുരളി, DM ഉദയഭാനു, ബോബൻ ചക്കാലക്കൽ, സൗമ്യ കണ്ണൻ അകത്തോട്ട്, ഹിമ മഹേഷ് എന്നിവരെ ആദരിക്കലും ക്ഷേമനിധി കാർഡ് വിതരണവും VS സുനിൽകുമാർ നിർവഹിച്ചു. AITUC പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി PO സൈമൺ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കൌൺസിൽ അംഗം KK ജോബി, NREGS വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഉല്ലാസ് കണ്ണോളി, AITUC ചേർപ്പ് മണ്ഡലം സെക്രട്ടറി ES പ്രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇരിങ്ങാലക്കുട ജില്ലാ പ്രാഥമിക ശിക്ഷാ വർഗത്തിന് ചേർപ്പിൽ തുടക്കം. 23-ന് ആരംഭിച്ച പരിപാടി 31 വരെ നീളും. ഇതോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ, ഘോഷയാത്ര എന്നിവ നടന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മുതിർന്ന നേതാക്കൾ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. രുചി വൈവിധ്യങ്ങളിൽ അത്ഭുതം തീർത്ത ഈറ്റ് ആൻഡ് ഡ്രിങ്ക് റെസ്റ്റോറന്റ് ഇനി മുതൽ പാലക്കലിലും രുചി വിളമ്പും. വെങ്ങണിശ്ശേരി ഈറ്റ് ആൻഡ് ഡ്രിങ്ക് റെസ്റ്റോറന്റിന്റെ സഹോദര സ്ഥാപനം പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 2 വർഷക്കാലമായി വെങ്ങണിശ്ശേരിയിൽ രുചിപ്പെരുമയായി മാറിയ ഈറ്റ് ആൻഡ് ഡ്രിങ്കിന്റെ സഹോദര സ്ഥാപനം പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷനിലാണ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ നിർവഹിച്ചു. കുറച്ച് വരുമാനമൊന്നും പോരാ ഇന്നൊരു കുടുംബത്തിൽ ജീവിക്കാൻ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നല്ല സൗകര്യത്തോടു കൂടി തുടങ്ങിയ ഒരു സംരംഭമാണ് ഹോട്ടല്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥർക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ളവരാണ്. അങ്ങനെ ജനങ്ങൾക്കും അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകുമെന്ന് ആശംസിക്കുന്നു. വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ, റെസ്റ്റോറന്റ് ഉടമകളായ VK രജിത്ത്, AM മോദീഷ് എന്നിവർ സംസാരിച്ചു. നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുന്നതിനൊപ്പം നല്ല രീതിയിലുള്ള സർവീസ് കൂടി കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനായാലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അതിപ്പോൾ ആ ഒരു ഐഡിയ വെച്ചുകൊണ്ടാണ് നമ്മൾ പാലക്കൽ ഇതുപോലെ ഇപ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു ഹോട്ടൽ സംവിധാനം ഇല്ലാതൊരു തോന്നലാണ് നമുക്ക് ഈ പാലക്കലേക്ക് വരാനായിട്ടുള്ളൊരു പ്രേരണ ഉണ്ടാക്കിയത്. വെങ്ങണിശ്ശേരിയിൽ തുടങ്ങി വന്നിരുന്ന ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന റെസ്റ്റോറൻറ്റിൻ്റെ സഹോദര സ്ഥാപനമായി പാലക്കലിൻ്റെ ഹൃദയഭാഗത്ത് ഇന്ന് അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഹരി സി നരേന്ദ്രൻ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ചടങ്ങിൽ മാനേജ്മെന്റ്, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. രുചി വൈവിധ്യങ്ങൾക്കൊപ്പം അറേബ്യൻ തുടങ്ങിയ വിഭവങ്ങളും മേന്മയോടെ ഉപഭോക്താക്കളിൽ എത്തിച്ച ജനമനസ്സിലേറിയാണ് ഈറ്റ് ആൻഡ് ഡ്രിങ്ക് റെസ്റ്റോറന്റ് 2ാമത് ഷോറൂമുമായി ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. പാലിശ്ശേരി ALP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസ്ലി, കേണൽ AA ആന്റണി, VJ ഫ്രാൻസിസ്, അംഗൻവാടി വർക്കർ സ്മിത, പ്രധാന അധ്യാപിക ക്ലെൻസി ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് വിൻസി സജി എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ജീവനുള്ള പുൽക്കൂടിന്റെ ദൃശ്യാവിഷ്കാരം ഏറെ ശ്രദ്ധേയമായി.
ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ മജീദ് മുത്തുള്ളിയാൽ, AS ഉണ്ണികൃഷ്ണൻ, PJ എഡിസൺ, C അനിത, AK രാമൻ, ലത സുരേന്ദ്രൻ, സെബാസ്റ്റ്യൻ ചാക്കോ, MS രേഖ എന്നിവർ പങ്കെടുത്തു. വല്ലച്ചിറ സെന്റ് തോമസ് ഹൈസ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ഹോളി ഫാമിലി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കൊപ്പമായിരുന്നു വിദ്യാർത്ഥികളുടെ ക്രിസ്മസ് ആഘോഷം. മാലാഖമാരും മാതാവും യൗസേപിതാവും ഉണ്ണിയേശുവും ഉൾക്കൊള്ളുന്ന ടാബ്ലോ ശ്രദ്ധേയമായി. ടാബ്ലോയ്ക്കൊപ്പം പാപ്പാവേഷധാരികളായ കുട്ടികൾ ആട്ടവും പാട്ടുമായി ക്രിസ്മസിന്റെ സന്തോഷം പങ്കുവെച്ച ഹോളി ഫാമിലി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ അടുത്തെത്തി. തങ്ങളുണ്ടാക്കിയ ക്രിസ്മസ് ആശംസാ കാർഡുകൾ അവർ കേക്കിന്റെ മധുരത്തിനൊപ്പം കൈമാറി. വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. സാന്തോം ബോൺനദാല ഘോഷയാത്ര ചാത്തക്കുടം സെന്റർ വരെ തുടർന്ന് സ്കൂളിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ട്രീ മത്സരത്തിൽ 10 B ക്ലാസ് 1ാം സ്ഥാനവും 10 A ക്ലാസ് 2ാം സ്ഥാനവും നേടി. പ്രധാനാധ്യാപിക ജോഫി, സ്കൂൾ മാനേജർ ഫാദർ ജെൻസ് തട്ടിൽ, PTA പ്രസിഡന്റ് സിജോ ഇടപ്പള്ളി, വൈസ് പ്രസിഡന്റ് അലൻ M ആന്റണി, ബിന്ദു പുഷ്പം എന്നിവർ സംസാരിച്ചു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് നവവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. കേക്ക് മുറിച്ചും ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചുമായിരുന്നു ആഘോഷ പരിപാടികൾ. ബാലവേദി പ്രസിഡന്റ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അർച്ചന, പൂജ, ശ്രീപ്രിയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബാലവേദി കുട്ടികൾ തയ്യാറാക്കിയ ക്രിസ്മസ് നവവത്സര കാർഡുകൾ പരസ്പരം കൈമാറി ആശംസകൾ നേർന്നു. ഉപജില്ലാ കലോത്സവത്തിൽ കഥാപ്രസംഗത്തിൽ A ഗ്രേഡ് ലഭിച്ച ജുവൽ മരിയയെ ചടങ്ങിൽ അനുമോദിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ 31 വരെ നീണ്ടു നിൽക്കുന്ന ദേവസ്ഥാനോത്സവത്തിന് കൊടിയേറി. പടഹാതി രൂപത്തിലുള്ള തന്ത്രവിധികളോടെ കൊടിക്കൂറയും കയറും പ്രത്യേക പൂജയ്ക്കു ശേഷമാണ് ക്ഷേത്രം തന്ത്രിയും ദേവസ്ഥാനാധിപതിയുമായ ബ്രഹ്മശ്രീ ഉണ്ണി ദാമോദര സ്വാമികൾ കൊടിയേറ്റിയത്. ട്രസ്റ്റിമാരായ KD വേണുഗോപാൽ, KD ദേവദാസ്, അഡ്വക്കേറ്റ് പ്രവീൺ എന്നിവർ സഹകാരികളായിരുന്നു. ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവ മണ്ഡപത്തിൽ ദേവസ്ഥാനം കലാപീഠം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാട്യമേളയും ഉണ്ടായിരുന്നു. തൃപ്രയാർ കളരിക്കുറുപ്പ് സംഘം 14ാമത് വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും നടന്നു. പത്മശ്രീ പെരുമനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് സുരാജ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് പ്രശസ്ത സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്തിന് ജ്ഞാനപ്രഭ പുരസ്കാരം നൽകി ആദരിച്ചു. ബാലചന്ദ്രൻ വടക്കേടത്തിന്റെ വസതിയിലെത്തി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ പുരസ്കാരം സമ്മാനിച്ചു. ഗായിക രജി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായിരുന്നു. EP വേണുഗോപാലൻ, ബാലസുബ്രഹ്മണ്യൻ, ശ്രീകുമാർ S കുറുപ്പ്, തളിക്കുളം ഗിരീഷ് പണിക്കർ എന്നിവർ സംസാരിച്ചു. വളരെയധികം ചർച്ചകൾക്കും വളരെയധികം പുസ്തക എഴുതി പ്രകാശനം ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ബാലേന്ദ്രൻ വടക്കേടത്ത്. അതുപോലെ തന്നെ കലാമണ്ഡലം സെക്രട്ടറി ആയിട്ടും സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിട്ടിരുന്ന് സ്ഥാനം വഹിച്ചിരുന്ന ഒരു പ്രമുഖ വ്യക്തിത്വമാണ് ബാലേന്ദ്രൻ വടക്കേടത്ത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം കൂടിയാണ് ബാലേന്ദ്രൻ വടക്കേടത്ത്. അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടേതായിട്ടൊരു ബഹുമാന പുരസ്കാരം ഞങ്ങൾ സമർപ്പിക്കുന്ന ഒരു പുരസ്കാരമാണ് ജ്ഞാനപ്രഭ പുരസ്കാരം. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. 34ഓളം പുസ്തകങ്ങൾ ഞാൻ ഇതിനകം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അക്കാദമി അടക്കമുള്ള പുരസ്കാരം. പക്ഷെ ആ പുരസ്കാരങ്ങളൊക്കെ അപേക്ഷിച്ച് എനിക്ക് ഏറ്റവും ബലപ്പെട്ടത്, എന്നെ വൈകാരികമായി സ്വാധീനിക്കുന്നതുമായ ഒരു ആദരവായിട്ടാണ് ഞാൻ കളരിക്കുറുപ്പ് കളരിപ്പണിക്കർ സംഘത്തിൻ്റെ ജ്ഞാനപ്രഭ പുരസ്കാരത്തെ കാണുന്നത്. കാരണം എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കൾ, അർത്ഥത്തിൽ എല്ലാവരും എന്നെ മനസ്സിലാക്കുന്നു,
എന്നെ ആദരിക്കാൻ എനിക്കൊരു ഇടം അവർ ജ്ഞാനരംഗത്ത് ഈ പുരസ്കാരം വഴി നൽകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. സമുദായത്തിലെ ബഹുമുഖ പ്രതിഭകളെയും നവപ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും ഉണ്ണിമിശിഹായുടെ ദർശനത്തിന്റെയും തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി കൊടിയേറ്റ് നിർവഹിച്ചു. സഹവികാരി ഫാദർ ജെറിൻ കുരിയളാനിക്കൽ, നടത്തുകൈക്കാരൻ ഷാജു മാളിയേക്കൽ, തിരുനാൾ ജനറൽ കൺവീനർ TR ജിമ്മി, പബ്ലിസിറ്റി കൺവീനർ ആന്റോ തൊറയൻ, കൈക്കാരന്മാരായ AP ജോസ്, വില്ലി പട്ടത്താനം, GOK മാത്യു എന്നിവർ സംസാരിച്ചു. AC ജോസഫ്, ലിജോ പുലിക്കോട്ടിൽ, മൈക്കിൾ പുലിക്കോട്ടിൽ, ഫ്രാൻസിസ് കുരുതുകുളങ്ങര, ജോജി മാളിയേക്കൽ, ജോയ് വടക്കൻ, വർഗീസ് കുരുതുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. ഡിസംബർ 30, 31, ജനുവരി 1 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് തൃപ്രയാറിൽ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമെതിരെ തിരുവനന്തപുരത്തുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കലും പ്രതിഷേധ പ്രകടനവും നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി, DCC ഭാരവാഹികളായ VR വിജയൻ, K ദിലീപ് കുമാർ, അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, CM നൌഷാദ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ PM സിദ്ദീഖ്, PS സുൽഫിക്കർ, KB രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടിക നിയോജക മണ്ഡലം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച അന്തിക്കാട് ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സെറാഫിക് കോൺവെന്റ് സെന്റർ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് സെന്ററിൽ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, വാർഡ് അംഗങ്ങളായ സരിത സുരേഷ്, ലീന മനോജ്, മിൽന സമിത്, TP രഞ്ജിത് കുമാർ, അനിത ശശി എന്നിവർ പങ്കെടുത്തു. സെറാഫിക് കോൺവെന്റ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീന അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സനിത സജൻ, മീന സുനിൽ, ഷീജ സദാനന്ദൻ, ഗുണസിംഗ്, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ദിവ്യ, CPI ലോക്കൽ സെക്രട്ടറി PK ശ്രീജി, അസിസ്റ്റന്റ് സെക്രട്ടറി ശിവരാമൻ എന്നിവർ പങ്കെടുത്തു. ഇനി ക്രിസ്തുമസ് വിശേഷങ്ങളിലേക്ക്. ക്രിസ്മസിന് മധുരം വിളമ്പാൻ കേക്ക് വിപണി സജീവമായി. വീട്ടമ്മമാരുടെ ഹോം മെയ്ഡ് കേക്കുകൾക്കും ആരാധകർ ഏറെയാണ്. ക്രിസ്മസിന് ഹോം മെയ്ഡ് കേക്കുകളാണ് ഇപ്പോഴത്തെ താരം. ആവശ്യക്കാർക്ക് അവരുടെ ആഗ്രഹം പോലെ ഏതു രൂപത്തിലും രുചിക്കൂട്ടിലും കേക്കുകൾ തയ്യാറാക്കി നൽകുന്ന വീട്ടമ്മമാർ ഇന്ന് ഗ്രാമങ്ങളിലും നഗരത്തിലുമുണ്ട്. ബേക്കറികളിൽ കിട്ടുന്നത് കൂടാതെ രുചി തേടി വീട്ടമ്മമാർ ഉണ്ടാക്കുന്ന കേക്കുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് താനും. ചേർപ്പ് സ്വദേശിനി സാൻസി ജോയിയും ഈ രംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുകയാണ്. ഡ്രോയിങ്ങിനോടൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് കേക്കിലൊക്കെ ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് തുടങ്ങിയത്. ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്ത ഓർഡറുകളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ പുതിയ ട്രെൻഡിനനുസരിച്ച് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കാർട്ടൂൺ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ ആൾക്കാരുടെ കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ കേക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ നിന്നായാലും ഫുൾ സപ്പോർട്ടാണ്. ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറേ ഉപകാരമുണ്ട് ഇത് കേക്ക് ഉണ്ടാക്കുന്നതിനൊക്കെ. പിറന്നാളുകൾക്കും വിശേഷ അവസരങ്ങൾക്കും ഈ വീട്ടമ്മയുണ്ടാക്കുന്ന കേക്കുകൾ തേടി ആവശ്യക്കാർ ഏറെയാണ് എത്തുന്നത്. ഇന്നത്തെ സ്വർണ്ണവില.
സ്വർണം ഗ്രാമിന് 5820 രൂപ, പവന് 46,560 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അവണിശ്ശേരി ഫെസ്റ്റിന് തുടക്കമായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെറുശ്ശേരി ശ്രീ മുല്ലക്കൽ നരദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ 10ാം ഉദയ ഉത്സവത്തോടും പ്രതിഷ്ഠാ ദിനത്തോടുമനുബന്ധിച്ച് പൊങ്കാല നിവേദ്യ സമർപ്പണം നടത്തി. നിരവധി ഭക്തർ പങ്കാളികളായി. പാറളം പഞ്ചായത്തിലെ യോഗ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ 1ാം വാർഷികവും ക്രിസ്മസ് പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. കോടന്നൂരിൽ നടന്ന പരിപാടി സംവിധായകൻ ഹരി പി നായർ ഉദ്ഘാടനം ചെയ്തു. AITUC NREGS വർക്കേഴ്സ് ഫെഡറേഷൻ പാറളം പഞ്ചായത്ത് കൺവെൻഷനും കൊപ്രോ യൂണിറ്റിലെ AITUC അംഗങ്ങളുമായ തൊഴിലാളികൾക്ക് ക്ഷേമനിധി അംഗത്വ കാർഡ് വിതരണം നടത്തി. കൺവെൻഷൻ CPI സംസ്ഥാന കൌൺസിൽ അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.